നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാനില ഐസ്ക്രീം വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കിന്റെ ഒന്നും ആവശ്യമില്ല, അതുപോലെ ബീറ്റർ ഒന്നും ആവശ്യമില്ല. നമുക്ക് മിക്സി ഉപയോഗിച്ചിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് വറ്റിച്ചെടുക്കണ്ട. മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ആ പാലൊന്ന് വെന്ത് വന്നോളുമല്ലോ. എന്നിട്ട് വേവിച്ച് നമുക്കതങ്ങ് വറ്റിച്ചെടുക്കാം. പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റിയും കൂടെ വന്നോട്ടെ. ഒരുപാട് വറ്റിച്ചെടുക്കണ്ട, ഒരു 1/4 കപ്പൊക്കെ ആവുന്നത് വരെ അങ്ങ് വറ്റിച്ചെടുക്കാം. പാല് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഐസ്ക്രീമിന് നല്ലൊരു വാനിലേൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിയേക്കാം. അപ്പോഴേക്കും കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് ചെയ്യാനുണ്ട്. ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു 1 മണിക്കൂറൊക്കെ മുൻപ് മിക്സിൻ്റെ വലിയ ജാറൊന്ന് ഫ്രീസറിലേക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്, ട്രോപ്പോലറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ നേരത്തെ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പാലിലേക്ക്, 1/4 കപ്പല്ലേ ഇട്ടത്, അതിന് പകരമായിട്ടൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് പാലം തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒരു 10 സെക്കൻഡൊക്കെ അടിക്കുക. എന്നിട്ട് പതുക്കെ സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിലേക്ക് ആക്കിയിട്ടൊരു 1-2 മിനിറ്റൊക്കെ അങ്ങ് അടിച്ചെടുക്കാം. എന്നിട്ടൊന്ന് തുറന്നു നോക്കുക കേട്ടോ. ഇതുപോലെ ഇപ്പോൾ ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും നേരത്തെ അടിച്ചതുപോലെ തന്നെ ആദ്യം ഒരു 10 സെക്കൻഡ് ലോ സ്പീഡിൽ അടിക്കാം. പിന്നെ പതുക്കെ സ്പീഡ് കൂട്ടി മീഡിയം സ്പീഡിൽ അടിക്കുക. പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് ഹൈ സ്പീഡിലേക്ക് ആക്കിയിട്ടൊരു 1-2 മിനിറ്റും കൂടി ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. നമുക്ക് വേണ്ടത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പീക്കാണ്. കേക്കിനൊക്കെ അടിച്ചെടുക്കുന്ന പോലെ പാത്രം തിരിച്ചു പിടിച്ചാലും വിപ്പിംഗ് ക്രീം താഴേക്ക് വീഴാത്ത പാകത്തിന് അത്രയും സ്റ്റിഫായിട്ട് അടിച്ചെടുക്കണ്ട. സ്റ്റിഫായിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ ഐസ്ക്രീം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വെച്ചാലും അതങ്ങനെ അലിയാതെ ഇരിക്കും. കേക്കിൻ്റെയൊക്കെ ക്രീം ഇരിക്കില്ലേ, അതുപോലെ അലിയാതെ ഇരിക്കും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. കുറച്ച് നേരം ഐസ്ക്രീം ഒന്ന് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് കഴിഞ്ഞാലൊന്ന് അലിഞ്ഞു വരണം. ആ ഒരു പരുവത്തിന് വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ സോഫ്റ്റ് പീക്കായിട്ട് ഇത്രയും അടിച്ചാൽ മതി. ഇനി ഇതിൽ കൂടുതൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റിഫായിട്ടുള്ള പീക്ക് കിട്ടും. അത്രയും അടിക്കേണ്ട. ഈ ഒരു പരുവത്തിനാകുമ്പോൾ നമുക്ക് മിക്സി അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തണുക്കാനായിട്ട് വെച്ചിരുന്ന പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് കുറുക്കിയെടുത്തത്, വാനില എസൻസ് ഒക്കെ ചേർത്തത്, അത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ജാർ അടച്ചിട്ട് നമുക്ക് ഇതൊന്ന് പൾസ് ചെയ്ത് അടിച്ചെടുക്കാം. മിക്സിൻ്റെ ബട്ടൺ ഇടത് ഭാഗത്തേക്ക് ഒന്നങ്ങ് തിരിച്ചിട്ട് വിപ്പ് ചെയ്ത് അങ്ങ് അടിച്ചെടുക്കാം. ഒരു 2-3 തവണ അങ്ങ് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി വന്നോട്ടെ. ഇതിപ്പോൾ കണ്ടില്ലേ, എല്ലാം നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാത്രം നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്ന ഫ്രിഡ്ജ് ആണെങ്കിൽ ഇതിന് മുകളിലേക്ക് ഒരു ക്ലിംഗ് റാപ്പോ അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ആദ്യം. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അങ്ങ് അടച്ചു കൊടുക്കാം. ഐസ് ഒന്നും മുകളിലായിട്ട് ഉണ്ടായി കിടക്കില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ തന്നെ അതിൻ്റെ അടപ്പ് വെച്ചിട്ട് അങ്ങ് അടച്ചു വെച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. ഒരു 6 മണിക്കൂറൊക്കെ തണുക്കാനായിട്ട് വെച്ചാൽ മതിയാവുക. എന്തായാലും അതൊന്ന് തണുത്ത് ഉറയ്ക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണം. ഞാനിപ്പോൾ വൈകുന്നേരം വെച്ചിട്ട് പിറ്റേ ദിവസം പകലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഉറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു സ്കൂപ്പർ വെച്ചിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചാൽ മതി. എന്നിട്ട് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ അപ്പം തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഐസ്ക്രീം പോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാൻ. നമുക്ക് കഴിച്ചും കൂടെ നോക്കണം. അപ്പോൾ 2 ബൗളിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത്രയും കൂടെ തന്നെ ഉണ്ട്. എന്തായാലും ഒരു 12-13 സ്കൂപ്പ് ഐസ്ക്രീം ഉണ്ടാകും. അപ്പോൾ 1 കപ്പ് പാലുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരളവിൽ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ തന്നെയാണ് കേട്ടോ. കുറച്ച് നേരം ഒന്ന് പുറത്തിരിക്കുമ്പോഴേക്കും നല്ലതായിട്ട് ഇതുപോലെ അങ്ങ് ഉരുകി വരുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ നേരിട്ട് അടിച്ച് സ്റ്റിഫായിട്ടുള്ള പീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അലിഞ്ഞു വരുമല്ലോ കേട്ടോ. കേക്കിൻ്റെയൊക്കെ ക്രീം പോലെ കുറേ നേരം അങ്ങനെ അലിയാതെ ഇരിക്കും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കഴിച്ചും കൂടെ നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ആ ഒരു വാനില ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ.
തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു ചൂടിന് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് താഴെ എഴുതണം. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണുന്നില്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നോളും. അപ്പോൾ ഇതുപോലെയുള്ളൊരു സിമ്പിളായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.